കരമടിച്ച് പാടാം. കരങ്ങൾ ഉയർത്തിയടിച്ച് ആനന്ദത്തോട് പാടിപ്പാടാം. ശക്തിയോടെ കൈയടിച്ച് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ഭൂമിയുടെ അതിർത്തികളിൽ നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും ചെയ്യും. വിൺമഴ പൊഴിച്ച് ദാസരെ നനച്ച് വിളവെടുത്തിടണേ ആത്മാവേ. വിളഭൂമിയിൽ നീ നീച്ചാലു തെളിച്ച് ഫലമേകിടണേ ആത്മാവേ. വിൺമഴ പൊഴിച്ച് ദാസരെ നനച്ച് വിളവെടുത്തിടണേ ആത്മാവേ. വിളഭൂമിയിൽ നീ നീർച്ചാലു തെളിച്ച് ഫലമേകിടണേ ആത്മാവേ. ആത്മമാരിയാൽ നനച്ചിടണേ, ആത്മശക്തിയാൽ കരുത്തേകണേ. ആത്മമാരിയാൽ നനച്ചിടണേ, ആത്മശക്തിയാൽ കരുത്തേകണേ. വിളവെടുപ്പിൻ കാലമല്ലേ, നൂറുമേനി വിളയാൻ വളമേകണേ. വിളവെടുപ്പിൻ കാലമല്ലേ, ഫലം ചൂടി നിൽപ്പാൻ കൃപയേകണേ. ആപത്തോ പട്ടിണിയോ നഗ്നത പോലും വന്നാലും, പീഡകളോ കുരിശുകളോ ജീവൻ തന്നെ പോയാലും, രക്ഷകനാമേശുവിൻ സാക്ഷിയായി തീർന്നിടാൻ പീഡകളിൽ തകരാത്ത ചങ്കുറപ്പ് നേടിയിടാം. ആത്മശക്തി പകരണമേ പരിശുദ്ധാത്മാവേ. ആപത്തോ പട്ടിണിയോ നഗ്നത പോലും വന്നാലും, പീഡകളോ കുരിശുകളോ ജീവൻ തന്നെ പോയാലും, രക്ഷകനാമേശുവിൻ സാക്ഷിയായി തീർന്നിടാൻ പീഡകളിൽ തകരാത്ത ചങ്കുറപ്പ് നേടിയിടാം. ആത്മശക്തി പകരണമേ പരിശുദ്ധാത്മാവേ. സ്തുതിക്കുന്നു, കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. കരമടിച്ച് പാടാം. കരങ്ങൾ ഉയർത്തിയടിച്ച് എടുത്തോട്ട് വരത്തോട്ട് കരങ്ങളടിച്ച് ആത്മാവിൽ ലയിച്ചു പാടി പ്രാർത്ഥിക്കും. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. നീതിതൻ പോർച്ചട്ട ധരിച്ചിടാം, സത്യം കൊണ്ട് അരമുറുക്കി മുന്നേറാം. നീതിതൻ പോർച്ചട്ട ധരിച്ചിടാം, സത്യം കൊണ്ട് അരമുറുക്കി മുന്നേറാം. വചനത്തിൻ വാളെടുത്ത് വീശിടാം, തിന്മകളെ വെട്ടിയരിഞ്ഞിടാം. വചനത്തിൻ വാളെടുത്ത് വീശിടാം, തിന്മകളെ വെട്ടിയരിഞ്ഞിടാം. വിളവെടുപ്പിൻ കാലമല്ലേ, നൂറുമേനി വിളയാൻ വളമേകണേ. വിളവെടുപ്പിൻ കാലമല്ലേ, ഫലം ചൂടി നിൽപ്പാൻ കൃപയേകണേ. ആപത്തോ പട്ടിണിയോ നഗ്നത പോലും വന്നാലും, പീഡകളോ കുരിശുകളോ ജീവൻ തന്നെ പോയാലും, രക്ഷകനാമേശുവിൻ സാക്ഷിയായി തീർന്നിടാൻ പീഡകളിൽ തകരാത്ത ചങ്കുറപ്പ് നേടിയിടാം. ആത്മശക്തി പകരണമേ പരിശുദ്ധാത്മാവേ. ആപത്തോ പട്ടിണിയോ നഗ്നത പോലും വന്നാലും, പീഡകളോ കുരിശുകളോ ജീവൻ തന്നെ പോയാലും, രക്ഷകനാമേശുവിൻ സാക്ഷിയായി തീർന്നിടാൻ പീഡകളിൽ തകരാത്ത ചങ്കുറപ്പ് നേടിയിടാം. ആത്മശക്തി പകരണമേ പരിശുദ്ധാത്മാവേ. ആപത്തോ പട്ടിണിയോ നഗ്നത പോലും വന്നാലും, പീഡകളോ കുരിശുകളോ ജീവൻ തന്നെ പോയാലും, രക്ഷകനാമേശുവിൻ സാക്ഷിയായി തീർന്നിടാൻ പീഡകളിൽ തകരാത്ത ചങ്കുറപ്പ് നേടിയിടാം. ആത്മശക്തി പകരണമേ പരിശുദ്ധാത്മാവേ. ആപത്തോ പട്ടിണിയോ നഗ്നത പോലും വന്നാലും, പീഡകളോ കുരിശുകളോ ജീവൻ തന്നെ പോയാലും, രക്ഷകനാമേശുവിൻ സാക്ഷിയായി തീർന്നിടാൻ പീഡകളിൽ തകരാത്ത ചങ്കുറപ്പ് നേടിയിടാം. ആത്മശക്തി പകരണമേ പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, ആരാധന,
കണ്ണുകളടച്ച കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഇന്നത്തെ നമ്മുടെ ഈ ശുശ്രൂഷകളെ പരിശുദ്ധ അമ്മയുടെ അമലഹൃദയത്തിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ ഈശോയ്ക്ക് കാഴ്ചവെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ഭാരങ്ങളും സങ്കടങ്ങളും പരിശുദ്ധ അമ്മയുടെ 7 വ്യാകുലങ്ങളോട് ചേർത്ത് ഈശോയ്ക്ക് നമുക്ക് കാഴ്ചവെച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് മൗനമായി പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലേക്ക്, വിമല ഹൃദയത്തിലേക്ക് നമ്മുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് മൗനമായി പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെയുണ്ട്. മാതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ആവേ ആവേ ചേർന്ന് പാടാം. ആവേ മരിയ ആവേ 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 മരിയ. കരങ്ങൾ വീശിക്കൊണ്ട് എല്ലാവരും ചേർന്ന് ആവേ 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 മരിയ ആവേ 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 മരിയ. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കും. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. ഞങ്ങളുടെ ദുരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും സർവ്വയത്തൊരിക്കൽ കൂടെ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. ഞങ്ങളുടെ ദുരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഒരിക്കൽ കൂടെ സർവ്വയർത്തി നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. ഞങ്ങളുടെ ദുരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, കരങ്ങൾ കൂപ്പി ശിരസ്സ് വെച്ച് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, നമ്മുടെ കർത്താവിൻ്റെ വിശുദ്ധ കുരിശൻ നമുക്ക് തന്നെ മുദ്രയിടാം. വിശുദ്ധ കുരിശൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കൾ നിങ്ങൾ രക്ഷിക്കണമേ. ഞങ്ങൾ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കിരിക്കാം. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കൺവെൻഷൻ്റെ 4ാമത്തെ ദിനത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുകയാണ്. വലിയ അനുഗ്രഹത്തിൻ്റെ മണിക്കൂറുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇന്ന് പകൽ സമയം ധാരാളം ആളുകൾ ഡൊമിനിക്കച്ചൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥന വാങ്ങി തിന്മയുടെ ശക്തികളിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ അടയാളത്തോടുകൂടെ വലിയ വിടുതലും സൗഖ്യവും സംഭവിക്കുകയുണ്ടായി. നമുക്ക് കരങ്ങളടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. കരങ്ങൾ ഉയർത്തിയടിച്ച് ഹല്ലേലൂയ. സ്വരമേതി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുറച്ച് നാളുകൾക്ക് മുമ്പ് അണക്കര മരിയൻ ധ്യാന കേന്ദ്രത്തിൽ വലിയൊരു അത്ഭുതം നടന്നു. നമുക്കറിയാം, ഓരോ അത്ഭുതവും കർത്താവിൻ്റെ തിരുമുഖത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്ന അനുഭവങ്ങളാണ്. അപ്പോൾ അണക്കരയിലെ ഒരു കുടുംബം, അവർ പത്തനംതിട്ട ഭാഗത്തു നിന്നുള്ളൊരു കുടുംബമാണ്. അവരുടെ അപ്പന് 75 വയസ്സിലധികം പ്രായമുണ്ട്. അദ്ദേഹത്തിന് ശ്വാസകോശത്തിൽ വലിയൊരു ട്യൂമർ വന്നു. അത് ആശുപത്രിയിൽ പോയി പരിശോധിച്ചപ്പോൾ അത് ക്യാൻസറസ് ആണെന്ന് കണ്ടെത്തി. അപ്പോൾ ഡോക്ടേഴ്സ് പരിശോധിച്ചിട്ട് അവർ പറഞ്ഞു, ഈ ട്യൂമർ അത് ഓപ്പറേഷൻ ചെയ്ത് നീക്കം ചെയ്യാൻ കഴിയാത്ത ഒരു പൊസിഷനിലാണ് ഈ ട്യൂമർ ഉള്ളത്. അതുകൊണ്ട് ഓപ്പറേഷൻ നടത്താൻ പറ്റുകയില്ല, കീമോതെറപ്പി നടത്തണമെന്നങ്ങനെ ഡോക്ടേഴ്സ് അവരെ ഉപദേശിച്ചു. അവർ മറ്റ് ഡോക്ടർമാരുടെ അടുത്ത് പോയി അവരും അത് തന്നെയാണ് കണ്ടെത്തിയത്. അപ്പോഴവർ പറയുന്നത്, ഈ അപ്പന് പ്രായമായ അപ്പനാണ്, 75 വയസ്സുണ്ട്. ഈ ശ്വാസകോശത്തിൽ ഈ മുഴ വന്നതുകൊണ്ട് അദ്ദേഹത്തിന് ശ്വാസമെടുക്കാൻ ഒറ്റും പറ്റുകയില്ല, രാത്രി ഒട്ടും ഉറങ്ങാൻ സാധിക്കുകയില്ല. അവർ പറയുന്നത് ഒരു പ്രത്യേക ഒരു പൊസിഷനിൽ പില്ലോ ഒക്കെ വെച്ച് ചാരിയിരുന്നാൽ മാത്രമേ അല്പം ശ്വാസം എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോവുകയാണ്. പ്രത്യേകിച്ച് പരിഹാരമൊന്നുമില്ലാത്ത ഒരു രോഗാവസ്ഥയാണെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർ ഒരു ദിവസം
ഡൊമിനിക് അച്ഛനെ അവർ ഫോണിൽ വിളിച്ചു. അച്ഛനെ വിളിച്ച് അച്ഛന് പെട്ടെന്ന് അച്ഛനെപ്പോഴും ഫോൺ എടുക്കത്തില്ല. പക്ഷേ അച്ഛന് ഈ ഫോൺ വന്നപ്പോൾ അച്ഛന് പെട്ടെന്ന് കിട്ടി. പ്രേരണനുസരിച്ച് അച്ഛന് ഈ ഫോൺ എടുത്തപ്പോൾ മക്കൾ അപ്പൻ്റെ രോഗവിവരം ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അച്ഛനെ വിളിക്കുന്നത് ഒരു ആദ്യ വെള്ളിയാഴ്ചയാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നാളെ ആദിശനിയാണ്, ആദിശനി കൺവെൻഷനുണ്ട്, നിങ്ങളൊരു കാര്യം ചെയ്യേ, വീട്ടിലിരുന്ന്, കാരണം ഈ അപ്പന് സെൻറ്ററിലേക്കൊന്നും വരാൻ പറ്റില്ല, യാത്ര ചെയ്യാൻ പറ്റില്ല, അപ്പോൾ നിങ്ങൾ വീട്ടിലിരുന്ന് കൊണ്ട് ഓൺലൈനിലൂടെ ഈ ആദിശനി കൺവെൻഷനിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രീത മക്കളെ, അച്ഛൻ പറഞ്ഞതനുസരിച്ച് അവർ പറയാണ്, അടുത്ത ദിവസം ആദിശനിയാഴ്ച രാവിലെ 9 മണി മുതൽ ഉച്ച കഴിഞ്ഞ് 3 മണി വരെ ഇവരുടെ വീട്ടിലുള്ള എല്ലാവരും വീട്ടിലിരുന്ന് ഈ കൺവെൻഷൻ ഓൺലൈനിലൂടെ പങ്കെടുത്തു. രോഗിയായ ഈ അപ്പനും അവിടെ മുറിയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹവും ഈ കൺവെൻഷൻ പങ്കെടുത്തു. അങ്ങനെ അന്ന് കൺവെൻഷൻ കഴിഞ്ഞു. പിന്നെ അപ്പന് ഒത്തിരി ക്ഷീണമായി, അദ്ദേഹം രാത്രി ഉറങ്ങാൻ പോയി. അപ്പോൾ അവർ പറയുന്നത് അപ്പനൊട്ടും ഉറങ്ങാൻ പറ്റില്ല, രാത്രി ഇങ്ങനെ ഒരു പ്രത്യേക ഒരു പൊസിഷനിൽ ചാരിയിരിക്കുകയാണ് അദ്ദേഹം, ഉറക്കം വരാതെ. രാത്രി ഒരു 12 മണി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഈ അപ്പൻ അല്പസമയം ഉറങ്ങി. അങ്ങനെ ഉറങ്ങിയ സമയത്ത് ഇദ്ദേഹം പെട്ടെന്ന് കാണുന്നത് ഉദ്ധിതനായ ഈശോ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ട്, ഇദ്ദേഹത്തിൻ്റെ പേര് ജോണി എന്നാണ്. ഉദ്ധിതനായ ഈശോ ഇദ്ദേഹത്തെ വിളിക്കുകയാണ്, ജോണി എഴുന്നേൽക്കുക, കർത്താവിനെ മഹത്വപ്പെടുത്തുക എന്ന് പറയുന്നത് ഇദ്ദേഹം ശരിക്കും കണ്ടു. ഈശോയുടെ സ്വരം കേട്ടു. പറയാണ്, ഈ അപ്പൻ പെട്ടെന്ന് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ശ്വാസത്തിൻ്റെ തടസ്സം പൂർണ്ണമായി മാറിയതായി അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. ഒരു സ്ഥലമാണ്. ഹല്ലേലൂയ. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തൊട്ടടുത്ത നാളുകളിൽ ഇദ്ദേഹം ആശുപത്രിയിൽ പോയി. ഹീമോതെറാപ്പി ആരംഭിക്കുന്ന ദിവസമാണ്. അപ്പോൾ ഡോക്ടറോട് പറഞ്ഞു, അപ്പൻ പറഞ്ഞു എനിക്കൊന്നും കൂടെ പരിശോധിച്ചിട്ട് ഹീമോതെറാപ്പി നടത്തിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ അദ്ദേഹത്തെ വഴക്ക് പറഞ്ഞിട്ട് അന്ന് ഹീമോതെറാപ്പി നടത്തി. അദ്ദേഹം വീട്ടിൽ വന്നപ്പോൾ അപ്പൻ ഒത്തിരി വിഷമമായി. അപ്പോൾ ശ്വാസതടസ്സം പൂർണ്ണമായി മാറിയിരുന്നു. രണ്ടാമത് ഹീമോയ്ക്ക് ചെന്നപ്പോൾ ഈ അപ്പൻ ഡോക്ടറോട് പറഞ്ഞു, ഇന്ന് എന്തായാലും എന്നെ ശരിക്കും ഒന്നും കൂടെ സ്കാൻ ചെയ്തിട്ട് ഹീമോതെറാപ്പി നടത്തിയാൽ മതി എന്ന് പറഞ്ഞു. അന്ന് സ്കാൻ ചെയ്തപ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, ശ്വാസകോശത്തിൽ അങ്ങനെ ഒരു മുഴയില്ലെന്ന് ഡോക്ടർ കണ്ടെത്തി. കരങ്ങൾ അടിച്ച് കർത്താവിനെ പ്രവർത്തിക്കുകയെ. ഹല്ലേലൂയ. ദൈവത്തിനൊന്നും പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശ്രമിത് ഹല്ലേലൂയ. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 11:40 നമ്മൾ വായിക്കുന്നു, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ. പ്രൈസ് ദി ലോർഡ്. മർക്കോസ് സുവിശേഷം 9:23 നമ്മൾ വായിക്കുന്നു, വിശ്വസിക്കുന്നവർക്ക് എല്ലാ കാര്യങ്ങളും സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശ്രമിത് ഹല്ലേലൂയ. വലത് കരം ഉയർത്തി ഒന്ന് ഈശോയെ എന്ന് വിളിച്ചേ. സ്വരമേർത്തി ഈശോയെ എന്ന് വിളിച്ചേ. ഈശോയെ എന്ന് വിളിച്ചേ. കരങ്ങളടിച്ച് കർത്താവിനോട് കരങ്ങൾ ഉയർത്തി അടിച്ച് ഹല്ലേലൂയ. ശ്രമേത്തി ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി മുങ്ങുന്ന കർത്താവിനെ സ്തുതിച്ചാലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു യേശുവേ, സ്തുതിക്കുന്നു യേശുവേ, യേശുവേ, സ്തുതിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, അണക്കര മരിയൻ ധ്യാന കേന്ദ്രത്തിൽ അനേകം ലക്ഷം ആളുകൾ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഡൊമിനിക് അച്ഛൻ അവരുടെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ മനുഷ്യബുദ്ധിക്ക് അതീതമായ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ നടക്കുന്നതിൻ്റെ ഒരു കാരണം അണക്കര മരിയൻ ധ്യാന കേന്ദ്രം പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കപ്പെട്ട ഒരാലയമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു വ്യക്തി, ഒരു ആത്മീയ സംവിധാനം പരിശുദ്ധ അമ്മയെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മെ ഈശോയുടെ അടുത്ത് കൊണ്ടുവരികയും ഈശോയെ പരിശുദ്ധ അമ്മയ്ക്ക് ഏൽപ്പിക്കപ്പെട്ടവരുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധ അമ്മ കൂട്ടിക്കൊണ്ടുവരികയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു വ്യക്തി, ഒരു കുടുംബം പരിശുദ്ധ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ടു കഴിയുമ്പോൾ പരിശുദ്ധ അമ്മ അവരുടെ ജീവിതത്തിലേക്ക് ഈശോയെ കൂട്ടിക്കൊണ്ടുവരികയും ആ സമർപ്പിക്കപ്പെട്ട വ്യക്തിയെ ഈശോയുടെ അടുത്തേക്ക് പരിശുദ്ധ അമ്മ കൂട്ടിക്കൊണ്ടുവരികയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ പരിശുദ്ധ അമ്മയോട് എപ്പോഴും പ്രാർത്ഥിക്കുന്നത്. വിശുദ്ധനായ ഡോൺ ബോസ്കോ പുണ്യവാളൻ പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലിൽ പറഞ്ഞിട്ടുള്ള വലിയൊരു കാര്യമാണ്, മാതാവിലൂടെ ഈശോയിലേക്ക്
ടു ജീസസ് ത്രൂ മേരി, ടു ജീസസ് ത്രൂ മേരി. പരിശുദ്ധ അമ്മയിലൂടെ ഈശോയിലേക്ക് പോകുക. അതാണ് പരിശുദ്ധ അമ്മയെക്കുറിച്ച് കത്തോലിക്ക സഭ പഠിപ്പിക്കുമ്പോൾ പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള പ്രബോധനങ്ങളെല്ലാം പരിശുദ്ധ അമ്മയ്ക്ക് ക്രിസ്തു കേന്ദ്രീകൃതമായി പിതാവായ ദൈവം കൊടുത്ത കൃപകളെക്കുറിച്ചാണ് സഭ പഠിപ്പിക്കുന്നത്. സഭ പരിശുദ്ധ അമ്മയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അത് ക്രിസ്തു കേന്ദ്രീകൃതമാണ്, ദൈവവചന കേന്ദ്രീകൃതമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വിശുദ്ധനായ ഡോൺ ബോസ്കോ പറയാണ്, ത്രൂ ജീസസ് ത്രൂ മേരി, പരിശുദ്ധ അമ്മയിലൂടെ ഈശോയിലേക്ക് പോവുക. വിശുദ്ധർക്കെല്ലാം ഈ രഹസ്യം അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവരെല്ലാവരും ഈശോയുടെ പോകാൻ പരിശുദ്ധ അമ്മയ്ക്ക് തങ്ങളെ തന്നെ സമർപ്പിച്ചിരുന്നു. വിശുദ്ധനായ ഡൊമിനിക് സാവിയ പുണ്യവാളൻ ചെറുപ്രായത്തിൽ പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപത്തിൻ്റെ അടുത്ത് പോയി എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. വിശുദ്ധൻ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചിരുന്നത് വലിയൊരു കൃപയാണ്. എനിക്ക് മാരക പാപത്തിൽ വീഴുന്നതിന് മുമ്പ് മരിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് പാപത്തിൽ നിന്ന് സംരക്ഷണം കിട്ടാൻ വേണ്ടി പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചിരുന്നു. ഈ വിശുദ്ധനായ ഡൊമിനിക് സാവിയോ പുണ്യവാളൻ മരിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കറിയാം, ഡൊമിനിക് സാവിയോ ഡോൺ ബോസ്കോയുടെ ഒറേറ്ററിയിൽ ഉണ്ടായിരുന്ന ഒരു ബാലനായിരുന്നു. അപ്പോൾ ഈ ഡൊമിനിക് സാവിയോ മരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഡോൺ ബോസ്കോയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഡോൺ ബോസ്കോ ഡൊമിനിക് സാവിയോട് ചോദിച്ചു, അല്ലയോ ഡൊമിനിക് സാവിയോ, അങ്ങ് ജീവിച്ചിരുന്നപ്പോൾ ചെയ്ത പുണ്യപ്രവൃത്തികളിൽ ഏത് പുണ്യപ്രവൃത്തിയാണ് മരണസമയത്ത് അങ്ങ് ഏറ്റവും അധികം സഹായിച്ചത്? അപ്പോൾ വിശുദ്ധനായ ഡൊമിനിക് സാവിയ പുണ്യവാളൻ പറഞ്ഞു, ഡോൺ ബോസ്കോയോട് പറയാണ്, പരിശുദ്ധ അമ്മയോടുള്ള എൻ്റെ ഭക്തിയും പ്രാർത്ഥനയുമാണ് എൻ്റെ മരണസമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത്. പരിശുദ്ധ അമ്മയോടുള്ള എൻ്റെ ഭക്തിയും പ്രാർത്ഥനയുമാണ് എൻ്റെ മരണസമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത്. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ പരിശുദ്ധ അമ്മയ്ക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മെ ഈശോയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ജ്ഞാനത്തിൻ്റെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ തിരുവചനത്തിൽ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഒരു വചനമുണ്ട്. വചനം ഇങ്ങനെയാണ് പറയുന്നത്, പരിശുദ്ധ അമ്മ പറയാണ്, ദൈവത്തെക്കുറിച്ചുള്ള അറിവിൻ്റെ ആദ്യത്തെ പടി അവളാണ്, അവിടുത്തെ പ്രവർത്തനങ്ങളിൽ കൂട്ടാളിയും. ദൈവത്തെ അറിയുവാൻ, ഈശോയെ അനുഭവിക്കുവാൻ പരിശുദ്ധ അമ്മയുടെ അടുത്ത് ചെല്ലുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മെ ഈശോയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ ആദ്യത്തെ പടി അവളാണ്, അവിടുത്തെ പ്രവർത്തനങ്ങളിൽ കൂട്ടാളിയും. ഹല്ലേലൂയ, സ്വരമിതി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ബൈബിളിൽ നമ്മൾ കാണും മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വചനത്തിൽ 3 ജ്ഞാനികൾ ഈശോയെ കാണാൻ വരുമ്പോൾ അവിടെ പറയുന്നൊരു വചനമുണ്ട്, അവർ അമ്മയായ മറിയത്തോടുകൂടെ യേശുവിനെ കാണുകയും അവിടുത്തെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്യൂ. 3 ജ്ഞാനികളെ കുറിച്ച് പറയാണ്, അവർ അമ്മയായ മറിയത്തോടുകൂടെ യേശുവിനെ കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്യും. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയെ കാണുക, പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയെ ആരാധിക്കുക. കാരണം പരിശുദ്ധ അമ്മ നമ്മ ഈശോയുടെ അടുത്തേക്കാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത്. കരങ്ങളടിച്ച് കർത്താവിനെ മറുതുക. ഹല്ലേലൂയ, സ്വരമീതി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശുദ്ധനായ ലൂയി മോൺഫോർട്ട് പുണ്യവാളൻ പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന് കിട്ടിയ വലിയ ജ്ഞാനവും വെളിപ്പെടുത്തലും അദ്ദേഹം പറയുമ്പോൾ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയെക്കുറിച്ചും പ്രാർത്ഥനയെക്കുറിച്ചും ഈ വിശുദ്ധൻ പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ഈ വിശുദ്ധൻ പറയും, ഈ പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള ഭക്തിയിൽ ചിലപ്പോൾ അത് യഥാർത്ഥ ഭക്തിയാണോ എന്നറിയാൻ വിശുദ്ധനായ ലൂയി മുൺഫോർട്ട് പുണ്യവാളൻ പറയും, പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി, പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥന അത് ഈശോയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന പ്രാർത്ഥനയാണോ എന്ന് നോക്കണം. പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥന ഭക്തി പരിശുദ്ധ കുർബാനയിലേക്കും ഈശോയിലേക്കും കൂട്ടിക്കൊണ്ടുപോകുന്ന പ്രാർത്ഥനയാണെങ്കിൽ അതാണ് യഥാർത്ഥമായ മരിയ ഭക്തി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്വരമേതി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ,
ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിച്ചാലോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ സ്തുതിക്കുന്നു, യേശുവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. പ്രിയ മക്കളെ, യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വചനത്തിൽ പറയുന്നു, 3-ാം നാൾ ഗലീലിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. പറയണ യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. പറയണ യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ആ യേശുവിൻ്റെ അമ്മയായ മറിയത്തോട് ഒരു ഹൃദയമന്തമുള്ള വീടായിരുന്നു അവിടെ. തൊട്ടടുത്ത വചനം പറയുന്നത് യേശുവും ശിഷ്യന്മാരും ക്ഷണിക്കപ്പെട്ടിരുന്നു. കാരണം എവിടെ പരിശുദ്ധ അമ്മയുണ്ടോ അവിടെ പരിശുദ്ധ അമ്മ ഈശോയെ കൂട്ടിക്കൊണ്ടുവരും. പരിശുദ്ധ അമ്മയുള്ള വീടാണത്. ആ വീട്ടിൽ ക്രിയ അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ പരിശുദ്ധ അമ്മ പറയുന്നൊരു കാര്യം അവൻ പറയുന്നത് പോലെ പരിശുദ്ധ അമ്മയോട് നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ദൈവവചനത്തിൻ്റെ വാതിൽ നമുക്ക് തുറന്നു കിട്ടും. അനേകം 1000 ആളുകൾ അണക്കരയിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ധാരാളം ചെറുപ്പക്കാരും ശുശ്രൂഷകരൊക്കെ അണക്കരയിൽ 2018 മുതൽ ഡൊമിനിക്കച്ചൻ തുടങ്ങിയ വലിയൊരു ശുശ്രൂഷയാണ് അത്. ഈ മിഷണറീസ് ഓഫ് ഗ്രേസ് എന്ന് പറഞ്ഞുകൊണ്ട് യുവതീവാക്കൾ വന്ന് 1 വർഷം അവിടെ താമസിച്ച് ദൈവവചനം പഠിക്കും. അച്ഛനത് ആദ്യം തുടങ്ങിയത് പരിശുദ്ധ അമ്മയുടെ സ്കൂൾ എന്ന പേരിലാണ്. പരിശുദ്ധ അമ്മയോട് അടുത്തിരുന്ന് വചനം പഠിക്കുക. ആ പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് ഓരോരുത്തരും വരുന്നത് ദൈവവചനം അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം പരിശുദ്ധ അമ്മ ദൈവവചനത്തിൻ്റെ അമ്മയാണ്. അപ്പോൾ ഈ 2018 മുതൽ ധാരാളം യുവതീവാക്കൾ ഇവിടെ വന്ന് ഒരു വർഷം മുഴുവനും കമ്മിറ്റ്മെൻ്റ് എടുത്തുകൊണ്ട് അവർ വിശുദ്ധ ജീവൻ നയിച്ച് ഫോണെല്ലാം മാറ്റിവെച്ച്, അത് സാധാരണ ആളുകളല്ല, ഡോക്ടേഴ്സുണ്ട്, ചാർട്ടേഡ് അക്കൗണ്ട് CA പാസ്സായവരുണ്ട്, അങ്ങനെ എല്ലാവരും PG കഴിഞ്ഞ ആളുകളാണ്. അപ്പോൾ ഇവർ വന്ന് 1 വർഷം മുഴുവനും അവിടെ വന്നിരുന്ന് വചനം പഠിക്കും. അവർ പ്രിയപ്പെട്ട ദൈവമക്കളെ 1 വർഷത്തിൻ്റെ അവസാനമാകുമ്പോഴത്തേക്കും ഇവർക്ക് വചനത്തിൻ്റെ അഭിഷേകം കിട്ടും. ഓരോരുത്തർക്കും 2000, 3000 അങ്ങനെ ധാരാളം ദൈവവചനം ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് അവർ തിരികെ ജോലിക്കും പല ശുശ്രൂഷയിലേക്കും പോകുന്നത് കാണാൻ കഴിയും. കാരണം പരിശുദ്ധ അമ്മയുടെ അടുത്തിരുന്നാണ് അവർ വചനം പഠിക്കുന്നത്. കരങ്ങളടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ഹല്ലേലൂയ, ശ്രമിതി ഹല്ലേലൂയ. അങ്ങനെ പരിശുദ്ധ അമ്മ പറഞ്ഞു അവൻ പറയുന്നത് പോലെ ചെയ്യുവൻ. പരിശുദ്ധ അമ്മ നമുക്ക് വചനം പഠിക്കാനും പരിശുദ്ധ കുർബാനയിലേക്കും ദൈവവചനത്തിലേക്കും പരിശുദ്ധ അമ്മ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും. അതാണ് യഥാർത്ഥത്തിലുള്ള മാതാവിനോടുള്ള ഭക്തിയും പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥനയും എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ശ്രമിതി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ബാറൂക്ക് പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ ഒരു തിരുവചനമുണ്ട്. അത് പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള വചനമാണ്. വചനം പറയും ദൈവ കൽപ്പനകളുടെ പുസ്തകവും ശാശ്വതമായ നിയമവും അവളാണ്. എന്നിട്ട് അടുത്ത വചനം പറയും അവളോട് ചേർന്ന് നിൽക്കുന്നവൻ ജീവിക്കുന്നു, അവളെ ഉപേക്ഷിക്കുന്നവൻ മരിക്കുന്നു. ദൈവ കൽപ്പനകളുടെ പുസ്തകവും ശാശ്വതമായ നിയമവും അവളാണ്, അവളോട് ചേർന്ന് നിൽക്കുന്നവൻ ജീവിക്കുന്നു, അവളെ ഉപേക്ഷിക്കുന്നവൻ മരിക്കുന്നു. ചിലപ്പോഴൊക്കെ നമ്മുടെയൊക്കെ ആത്മീയ ജീവിതം നമ്മൾ പരിശോധിച്ച് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മളൊരു വലിയ മാരക പാപത്തിൽ വീണു പോകുന്നതിന് മുമ്പ് പിശാച് നമ്മിൽ നിന്ന് എടുത്തു മാറ്റുന്ന ഒരു പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന. ജപമാല മുടങ്ങിയാൽ പിശാച് അടുത്തെത്തി എന്നതിനർത്ഥം. നമ്മൾ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പിശാചിനൊരിക്കലും നമ്മളെ സ്പർശിക്കുക സാധ്യമല്ല. അതാണ് വിശുദ്ധനായ ലൂയി മോൺഫോർട്ട് പുണ്യവാളൻ പറയുന്നത്, നിരന്തരം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി നിത്യനരകത്തിൽ നിബന്ധിക്കുകയില്ലെന്ന് എൻ്റെ സ്വന്തം രക്തത്തിൽ എഴുതി ഒപ്പിട്ട് തരാം. നിരന്തരം എല്ലാ ദിവസവും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി നിത്യനരകത്തിൽ നിബന്ധിക്കുകയില്ലെന്ന് എൻ്റെ സ്വന്തം രക്തത്തിൽ എഴുതി ഒപ്പിട്ട് തരാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എല്ലാ ദിവസവും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ പൈശാചിക ശക്തികളിൽ നിന്ന് നമുക്ക് സംരക്ഷണം കിട്ടുന്നു. ഒരിക്കൽ ഡൊമിനിക്കച്ചൻ കൺവെൻഷനിൽ പറഞ്ഞ വലിയൊരു സാക്ഷ്യം, അത് വലിയ ഹൃദയത്തെ സ്പർശിക്കുന്ന വലിയൊരു സാക്ഷ്യമായിരുന്നു. ചൊരികെ പറയാണ്, അച്ഛന് സ്വീഡൻ എന്ന സ്ഥലത്ത് അച്ഛന് കൺവെൻഷൻ നടത്താൻ പോയി. അപ്പോൾ ധാരാളം ആളുകൾ അവിടെ കൺവെൻഷന് പങ്കെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാ കൺവെൻഷൻ്റെ ദിവസം ഒരു ദിവസം അച്ഛനിങ്ങനെ ഈ ആളുകൾക്ക് വേണ്ടി അവർക്ക് പൈശാചിക ശക്തികളിൽ നിന്ന് വിടുതൽ കിട്ടാൻ വേണ്ടി ഓരോരുത്തർക്കും അച്ഛൻ പ്രാർത്ഥിക്കുകയാണ്.
അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ധാരാളം ആളുകൾ അവർ വിദേശികളാണ്. അപ്പോൾ അച്ഛൻ അവരുടെ ഭാഷ വേറെ ഭാഷയാണ്. അപ്പോൾ അപ്പോൾ അവർ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അച്ഛനിങ്ങനെ ഈ ആളുകളെ കണ്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഒരു സ്ത്രീ അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ അച്ഛന് അവരുടെ ശിരസിൽ കൈവച്ച് യേശുനാമത്തിൽ ബന്ധിക്കുമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോൾ ഒത്തിരി അച്ഛൻ പറയുകയാണ്, ഒത്തിരി പൊസസ്ഡ് ആയിട്ടുള്ള തിന്മയുടെ ശക്തി ആവസിച്ചിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ അച്ഛൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഒരു നിലത്ത് വീണ് ഒരു പെട്ടെന്നിങ്ങനെ പൈശാചിക ഒത്തിരി പീഡകളുണ്ടായി. അച്ഛൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ കുറച്ച് സമയമെടുത്ത് പ്രാർത്ഥിക്കുകയാണ്. അപ്പം അച്ഛൻ പറയാണ്, ഈ സ്ത്രീ ഇങ്ങനെ നിലത്ത് വീണിക്കിടന്ന് ഇങ്ങനെ ബഹളം ഉണ്ടാക്കിയപ്പോൾ അച്ഛനിങ്ങനെ അവിടെ അടുത്ത് നിന്നുകൊണ്ട് അച്ഛൻ മലയാളത്തിൽ നന്മ നിറഞ്ഞ മറിയമേ എന്ന് പ്രാർത്ഥിച്ചു. അച്ഛൻ മലയാളത്തിൽ പ്രാർത്ഥിക്കുകയാണ്, അവർക്ക് ഭാഷ അറിയത്തില്ല. അപ്പം അച്ഛൻ പറയാണ്, പെട്ടെന്ന് ഈ സ്ത്രീ അച്ഛൻ നന്മ നിറഞ്ഞ മറിയമേ എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ആ സ്ത്രീ പെട്ടെന്ന് തലപൊക്കി ആ പള്ളിയുടെ വാതിൽക്കിലേക്ക് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കിയെന്ന് അച്ഛൻ പറയാണ്. നോക്കിയിട്ട് അങ്ങനെ നോക്കിയ മാത്രയിൽ പെട്ടെന്ന് ഇവർ നിലത്ത് വീണ് ഇവരുടെ പൈശാചിക ശക്തി ഇവരെ വിട്ടു പോയി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ അച്ഛനോ അവരോട് ചോദിച്ചു, അത് നിങ്ങൾ അങ്ങനെ പെട്ടെന്ന് തലപൊക്കി നോക്കി അവിടെ എന്താണ് കണ്ടത്, അങ്ങോട്ട് സൂക്ഷിച്ചു നോക്കി എന്താണ് കണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, അച്ഛനിങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ മാത്രയിൽ അവർ കണ്ടത് ആ പള്ളിയുടെ വാതിൽക്കൽ വെള്ള വസ്ത്രം ധരിച്ച കയ്യിൽ ജപമാല പിടിച്ച് നിൽക്കുന്ന പരിശുദ്ധ അമ്മയെ ഈ സ്ത്രീ കണ്ടു. അപ്പോഴാണ് ആ പൈശാചിക ശക്തി അവരെ വിട്ടുപോയത്. ഹല്ലേലൂയ, ശ്രമിതി ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളടിച്ച് കർത്താവ് പ്രത്യേകം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധനായ ഡൊമിനിക് പുണ്യവാളന്റെ ജീവിതത്തിൽ വലിയൊരു സംഭവമുണ്ട്. ഈ പുണ്യവാളൻ ഒരിക്കലും ഇങ്ങനെ പൈശാചിക ശക്തികളെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഒരു വ്യക്തി ഈ ഡൊമിനിക് പുണ്യവാളെടുത്ത് പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ അവരിലെ പൈശാചിക ശക്തിയെ ഈശോയുടെ നാമത്തിൽ ഈ വിശുദ്ധൻ ബന്ധിച്ച് ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധൻ്റെ ജീവചരിത്രത്തിൽ എഴുതിയിരിക്കുന്നത് ആ വ്യക്തിയിൽ 6000-ഓളം പൈശാചിക അരൂപികൾ ഉണ്ടെന്നാണ് വിശുദ്ധനായ ഡൊമിനിക് പുണ്യവാളൻ്റെ ജീവചരിത്രത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പെട്ടെന്ന് ഈ ഡൊമിനിക് പുണ്യവാളൻ ഈ പൈശാചിക ശക്തി ആവസിച്ച ഈ വ്യക്തിയോട് ഇങ്ങനെ ചോദിച്ചു, സ്വർഗത്തിൽ ഈശോ കഴിഞ്ഞ പിന്നെ ഏറ്റവും ശക്തിയുള്ളത് ആർക്കാണെന്ന് ചോദിച്ചു. സ്വർഗത്തിൽ ഈശോ കഴിഞ്ഞ പിന്നെ ഏറ്റവും ശക്തിയുള്ളത് ആർക്കാണെന്ന് ചോദിച്ചു. ഉടനെ ഈ പൈശാചിക ശക്തി ആവസിച്ച ഈ വ്യക്തി പറഞ്ഞു, എന്നെ ഉപേക്ഷിച്ച് കഴിഞ്ഞ് എന്നെ ഉപദ്രവിക്കരുത്, ഞാൻ പെട്ടെന്ന് പോയിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഡൊമിനിക് പുണ്യവാളൻ്റെ ജീവചരിത്രത്തിൽ എഴുതിയിരിക്കുകയാണ്, അദ്ദേഹം ഒരു ഇരുമ്പ് തണ്ടുകൊണ്ട് ഈ പൈശാചികശക്തി ആവസിച്ച വ്യക്തിയെ പതുക്കെ പ്രഹരിച്ചിട്ട് വീണ്ടും ചോദിച്ചു, നീ പറയുക, സ്വർഗത്തിൽ ഈശോ കഴിഞ്ഞ പിന്നെ ഏറ്റവും ശക്തിയുള്ളത് ആരാണ്? അപ്പോൾ ഈ വ്യക്തിയിലെ തിന്മയുടെ ശക്തി പറയുകയാണ്, സ്വർഗത്തിൽ ഈശോ കഴിഞ്ഞ പിന്നെ ഏറ്റവും ശക്തിയുള്ളത് പരിശുദ്ധ കന്യകാമാതാവാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എന്നിട്ട് ആ തിന്മയുടെ ശക്തി പറയാണ്, തിരുസഭയിൽ പരിശുദ്ധ അമ്മയുള്ളത് കൊണ്ടാണ് എനിക്ക് തിരുസഭയെ നശിപ്പിക്കാൻ കഴിയാത്തത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. തിരുസഭയിൽ പരിശുദ്ധ അമ്മയുള്ളത് കൊണ്ടാണ് എനിക്ക് തിരുസഭയെ നശിപ്പിക്കാൻ കഴിയാത്തത്. ഒരു വ്യക്തിയിൽ, ഒരു കുടുംബത്തിൽ അത് പരിശുദ്ധ അമ്മയ്ക്ക് പ്രതിഷ്ഠിക്കപ്പെട്ട് കഴിയുമ്പോൾ പ്രിയ ദൈവമക്കളെ, അത് നമുക്ക് വലിയൊരു ദൈവീക സംരക്ഷണമാണ് കിട്ടുന്നത്. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധർക്കെല്ലാം ഈ ജ്ഞാനമുണ്ടായി. അതുകൊണ്ടാണ് അവരവരുടെ ജീവിതത്തെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ സമർപ്പിച്ച് എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ശ്രമിതി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ സുവിശേഷം വായിക്കുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ അപ്പസ്തോലന്മാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി വിശുദ്ധനായ യോഹന്നാൻ സ്ലീഹായാണ്. യോഹന്നാൻ്റെ ജീവചരിത്രത്തെക്കുറിച്ചുള്ള ചില വെളിപാടുകളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ യോഹന്നാൻ സ്ലീഹായ്ക്ക് ഈശോ കഴിഞ്ഞപ്പന്നെ ഏറ്റവും ഇഷ്ടം പരിശുദ്ധ അമ്മയോടായിരുന്നു. ആണ് ചില സംഭവങ്ങളിലൊക്കെ കർത്താവ് തൻ്റെ അപ്പസ്തോലന്മാരെ തൻ്റെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോകുന്ന ചില വെളിപാടുകൾ, ചില വിശുദ്ധരുടെ ജീവചരിത്രത്തെ വായിക്കുമ്പോൾ അവർ പറയുന്നത്, ഈ അപ്പസ്തോലന്മാരും ഈശോയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ യോഹന്നാൻ സ്ലീഹ മുൻപേ ഓടിച്ചെന്ന് പരിശുദ്ധ അമ്മയുടെ അടുത്ത് പോയിരിക്കും.
പരിശുദ്ധ അമ്മയുടെ അധരത്തിൽ നിന്ന് ഒരു വാക്ക് കേൾക്കുന്നത് യോഹന്നാന് അത്രമേൽ ആനന്ദകരമായിരുന്നു എന്നാണ് പറയുന്നത്. പരിശുദ്ധ അമ്മയുടെ മുഖത്തേക്ക് യോഹന്നാൻ നോക്കിയിരിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ യോഹന്നാൻ സ്ലീഹ നമ്മുടെ കർത്താവിൻ്റെ തിരുവിലാവിലേക്ക് ചങ്കിലേക്ക് യോഹന്നാന്റെ സുവിശേഷം 13:23 അന്ത്യ താഴവേളയിൽ എന്ന് പറഞ്ഞ പരിശുദ്ധ കുർബാനയുടെ സമയത്തൊക്കെ കർത്താവിൻ്റെ തിരുഹൃദയത്തിലേക്ക് യോഹന്നാൻ ചാരിയിരിക്കുന്നതിന് കാരണം യോഹന്നാന്റെ ഹൃദയം പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലേക്ക് ചാരിയിരിക്കുന്നതാണ്. ഒരു വ്യക്തി പരിശുദ്ധ അമ്മയോട് അടുത്തു കഴിയുമ്പോൾ യോഹന്നാനെ പോലെ പരിശുദ്ധ കുർബാനയിലേക്ക് അടുക്കാൻ ആ വ്യക്തിക്ക് സാധിക്കുന്നു. അതാണ് യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 25-26 വചനത്തിൽ നമ്മുടെ കർത്താവിൻ്റെ കുരിശ് മരണ സമയത്ത് കർത്താവ് കാൽവരി കുരിശിൽ കിടന്ന് നോക്കുമ്പോൾ നമ്മൾ വചനം വായിക്കുന്നു, യേശു താൻ സ്നേഹിച്ചിരുന്ന ശിഷ്യനും തൻ്റെ അമ്മയും അടുത്തു നിൽക്കുന്നത് കണ്ടു എന്ന് വചനത്തിൽ വായിക്കുന്നു. ആര് പരിശുദ്ധ അമ്മയുടെ അടുത്തു നിൽക്കുന്നുവോ അവർക്ക് ഈശോയെ സ്നേഹിക്കാനുള്ള കൃപ കിട്ടുന്നു. ആരൊക്കെ ഈശോയെ സ്നേഹിക്കുന്നോ അവരൊക്കെ നിൽക്കുന്ന സ്ഥലം നോക്കിയാൽ അവര് പരിശുദ്ധ അമ്മയുടെ അടുത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് പരിശുദ്ധ അമ്മയോട് നമ്മൾ പ്രാർത്ഥിക്കുന്നതും മാതാവിൻ്റെ അടുത്ത് ചെല്ലുന്നതും നമുക്ക് പരിശുദ്ധ അമ്മ ഈശോയെ സ്നേഹിച്ചതുപോലെ ഈശോയെ സ്നേഹിക്കാനുള്ള വലിയൊരു വരം കിട്ടാൻ വേണ്ടിയാണ് പരിശുദ്ധ അമ്മയുടെ അടുത്ത് നിൽക്കുന്ന യോഹന്നാൻ. ഈശോ പറയാണ്, യേശു താൻ സ്നേഹിച്ചിരുന്ന ശിഷ്യനും തൻ്റെ അമ്മയും അടുത്തു നിൽക്കുന്നത് കണ്ട്. നമുക്കൊക്കെ ഈശോയെ സ്നേഹിക്കാൻ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുക, പരിശുദ്ധ അമ്മയുടെ അടുത്ത് ചെല്ലുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയെ നമ്മൾ സ്നേഹിക്കുന്നു പറയുമ്പോൾ പ്രിയപ്പെട്ട മക്കൾ, നമ്മളെല്ലാം നമ്മുടെ ജീവിതത്തിൽ 2 കാര്യങ്ങൾ നമ്മളെപ്പോഴും ചെയ്യണം. ഒന്നാമത് നമ്മൾ ചെയ്യേണ്ടതാണ് നിരന്തരം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. നമ്മൾ ആത്മീയത്തിൽ നിരന്തരം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ പറയും. സാധിക്കുമെങ്കിൽ ഒരു മുഴുവൻ ജപമാല തന്നെ ചൊല്ലി പ്രാർത്ഥിക്കുക. ഈ കൺവെൻഷനൊക്കെ കഴിയുമ്പോൾ നിങ്ങൾ കുറച്ചുനാൾ ജപമാല ചൊല്ലി പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവവചനത്തിൻ്റെ വാതിൽ കവാടമെല്ലാം നമുക്ക് തുറന്നു കിട്ടുന്നത്. നിരന്തരം ഒരു ദിവസം പോലും ജപമാല ചൊല്ലാതിരിക്കരുത്. എല്ലാ ദിവസവും ജപമാല ചൊല്ലി പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മയ്ക്ക് നമുക്ക് വലിയൊരു ദൈവിക ഒരു സംരക്ഷണം കിട്ടും. എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ ഒരു അനുഭവം, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ കോളേജിൽ ബാംഗ്ലൂർ പഠിക്കുമ്പോൾ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഞാനെപ്പോഴും കോളേജിൽ പോകുമ്പോൾ ഞാൻ ബൈക്കിനാണ് പോകുന്നത്. അപ്പോൾ പോകുമ്പോൾ നമ്മൾ ബൈക്കിനൊക്കെ പോയാൽ ഈ ഹെൽമെറ്റ് വെച്ച് പോയാൽ നമുക്ക് എത്ര കൊന്ത വേണമെങ്കിലും ചൊല്ലാം. അപ്പോൾ ട്രാഫിക്കുള്ള സമയത്ത് കോളേജിലേക്ക് എത്തുമ്പോൾ 1.5 മണിക്കൂർ സമയമെടുക്കും. അപ്പോഴത്തേക്കും കുറേ കൊന്ത ചൊല്ലും അവിടെ എത്തുമ്പോഴത്തേക്കും. തിരിച്ചു വരുമ്പോഴും ഇങ്ങനെ ട്രാഫിക് ഉള്ളത് കൊണ്ട്, പക്ഷേ ഈ ഹെൽമെറ്റ് വെച്ച് നമുക്ക് കേൾക്കാവുന്ന സ്വരത്തിൽ ചൊല്ലിയാൽ മതി. നമുക്ക് എത്ര കൊന്ത വേണമെങ്കിലും ചൊല്ലാം. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് വരുമ്പോൾ കൊന്ത ചൊല്ലും. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ കോളേജിൽ പോയിട്ട് എനിക്കൊരു സ്ഥലത്തൊരു ഇൻറ്റേൺഷിപ്പിന് പോകണമായിരുന്നു. അവിടെ പോയിട്ട് ഞാൻ മടങ്ങി വരുമ്പോൾ എൻ്റെ ബൈക്കിൻ്റെ പെട്രോൾ തീർന്നു പോയി. അപ്പം ഞാൻ സാധാരണ നമ്മൾ പെട്രോൾ തീർന്നാൽ ഈ ബൈക്ക് റിസർവ് ഇടും, പക്ഷേ അതിട്ടിട്ട് 2 ദിവസം കഴിഞ്ഞിരുന്നു. അപ്പോൾ മൊത്തം പെട്രോൾ തീർന്നു. അപ്പോൾ അത് ചരിച്ച് സ്റ്റാർട്ടാക്കി. അപ്പോൾ കുറച്ച് ദൂരം പോയി വീണ്ടും ഓഫായി, മൊത്തം പെട്രോൾ തീർന്നു. അപ്പം ഞാനിത് തള്ളിക്കൊണ്ട് വരികയാണ്. ഉച്ചയ്ക്ക് 2 മണി സമയമാണ്. അപ്പം മടുത്ത് ഞാനിത് ഈ റോഡിൻ്റെ സൈഡിൽ വെച്ചിട്ട് ഞാൻ പരിശുദ്ധ അമ്മയോട് പറയാണ്, മാതാവേ ഞാൻ മടുത്തു. പെട്ടെന്ന് എൻ്റെ ഉള്ളിലിരുന്ന് ഒരു സ്വരം പറയാണ്, ഒന്നും കൂടെ സ്റ്റാർട്ടാക്കുക. അപ്പം ഞാൻ പെട്ടെന്ന് ഒന്നും കൂടെ നോക്കിയപ്പോൾ ഈ ബൈക്ക് സ്റ്റാർട്ടായി. അപ്പം ഞാനിത് ഇപ്പോൾ ഓഫാകുമെന്ന് വിചാരിച്ച് ഞാൻ ബൈക്ക് ഓടിച്ച് പോവുകയാണ്. അങ്ങനെ ഞാൻ 8 കിലോമീറ്റർ പോയി. 8 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ഇത് ഓഫായി കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ തൊട്ട് മുമ്പിൽ പെട്രോൾ പമ്പ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, പ്രിയപ്പെട്ട മക്കളെ, പരിശുദ്ധ അമ്മയോട് നിരന്തരം നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാൽ, മാതാവിൻ്റെ മധ്യസ്ഥം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ആത്മീയജീവിതം പകുതി വഴിയിൽ കിടക്കാൻ പരിശുദ്ധ അമ്മ ഒരിക്കലും അനുവദിക്കില്ല. പ്രൈസ് ദി ലോർഡ്. കുടുംബജീവിതം നയിക്കുമ്പോൾ, പൗരോഹിക ജീവിതത്തിൽ സമർപ്പണ ജീവിതമൊക്കെ പരിശുദ്ധ അമ്മയോട് നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ ജീവിതം ഒരിക്കലും പകുതി വഴിയിൽ കിടക്കാൻ പരിശുദ്ധ അമ്മ അനുവദിക്കില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. വലത് കരം ഉയർത്തി ഒന്ന് ആവേ മരിയ എന്ന് പറഞ്ഞാലോ? സ്വരമുയർത്തി ആവേ മരിയ, സ്വരമുയർത്തി ആവേ മരിയ. കരങ്ങളടിച്ച് കർത്താവിന് കരങ്ങളുയർത്തി അടിച്ച്
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നിരന്തരം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ട വലിയൊരു കാര്യമാണ് മാതാവിൻ്റെ വിമല ഹൃദയത്തിൽ നമ്മെ തന്നെ പ്രതിഷ്ഠിക്കുക. ഞാൻ പറഞ്ഞത്, നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രിയപ്പെട്ട മക്കളെ, ഈ ഭൂമിയിൽ കാലുകുത്തുന്നതിന് മുമ്പ് നമ്മളെല്ലാം ചെയ്യേണ്ട വലിയൊരു കാര്യമാണ് മാതാവിൻ്റെ വിമല ഹൃദയത്തിൽ നമ്മെ തന്നെ പ്രതിഷ്ഠിക്കുക. നമുക്ക് പ്രത്യേകം അതിന് പ്രാർത്ഥനയൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, എന്നെയും എൻ്റെ ആത്മാവിനെ, എൻ്റെ ശരീരത്തെയും എൻ്റെ ഇന്നത്തെ ജീവിതത്തെയും എനിക്കുള്ളവരെയും അമ്മയുടെ വിമല ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ ആ ഒരു ദിവസത്തെ ജീവിതം നമ്മൾ ആരംഭിക്കണം. നമ്മുടെ ജീവിതത്തിൽ എന്ത് വിഷമം, ബുദ്ധിമുട്ട്, എന്ത് തടസ്സം വന്നാലും മാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്ക് നമ്മൾ പ്രതിഷ്ഠിക്കുക. ബൈബിളിൽ പറയും, ഉൽപ്പത്തി പുസ്തകം 6:15-16 വചനത്തിൽ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം നോഹയുടെ പെട്ടകം പോലെയാണ് എന്ന് പറയും. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം നോഹയുടെ പെട്ടകം പോലെയാണ്. ഉൽപ്പത്തി 6:15-16 ഒരു വചനമുണ്ട്, ഈ പെട്ടകത്തിൻ്റെ അകത്തും പുറത്തും കീല് തേച്ചിട്ടുണ്ട്. ഈ പെട്ടകം ജലപ്രളയം, പ്രപഞ്ചത്തിലെ ജലപ്രളയത്തിൽ ഈ പ്രപഞ്ചം മുഴുവനും അഴുകിയ ഈ ജലത്തിലാണ് കിടക്കുന്നെങ്കിലും പുറമെയുള്ള ജീർണതയുടെ ഒരംശം പോലും പെട്ടകത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നില്ല എന്ന് പറയുന്ന പോലെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മെ തന്നെ നാം പ്രതിഷ്ഠിച്ചു കഴിയുമ്പോൾ ലോകത്തിൻ്റെ ജീർണത നമ്മെ സ്പർശിക്കാതെ വിശുദ്ധ ജീവിതം നയിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ് മാതാവിൻ്റെ വിമല ഹൃദയത്തിൽ നമ്മെ തന്നെ നമ്മൾ പ്രതിഷ്ഠിക്കണമെന്ന് പറയുന്നത്. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ നമ്മെ പ്രതിഷ്ഠിക്കുകയും ജപമാല ചൊല്ലി പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുകയും ചെയ്തു കഴിയുമ്പോൾ പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്ന 2 കൃപകളുണ്ട്. ഒന്നാമത്തെ കൃപയാണ് പരിശുദ്ധ അമ്മ നമുക്ക് ഒന്നാമത്തെ കൃപയാണ് പാപത്തിൽ നിന്ന് തിടുക്കത്തിൽ ഓടി രക്ഷപ്പെടാനുള്ള വലിയ കൃപ പരിശുദ്ധ അമ്മ നമുക്ക് തരും. പാപത്തിൽ നിന്നും പാപ സാഹചര്യത്തിൽ നിന്നും തിടുക്കത്തിൽ വളരെ പെട്ടെന്ന് ഓടി രക്ഷപ്പെടാനുള്ള കൃപ പരിശുദ്ധ അമ്മ നമുക്ക് തരും. താഴെ സുവിശേഷം 2:13 മുതലുള്ള വചനത്തിൽ ഉണ്ണീശോയെ കൊണ്ട് പരിശുദ്ധ അമ്മയും യൗസേപ്പ് പിതാവും ഉണ്ണീശോയെ കൊണ്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്തതുപോലെ ദൈവകൃപ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ നിന്നും തിടുക്കത്തിൽ ഓടി രക്ഷപ്പെടാനുള്ള വലിയൊരു കൃപ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് കിട്ടും. അണക്കരയിൽ ധ്യാനിക്കാൻ വന്ന ഒരു കുട്ടി, അവൾ പറയാണ്, അവൾ ഒരു ദിവസം ഇങ്ങനെ മാതാവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവൾ പറയണം, കൗൺസിലിംഗ് വന്നപ്പോൾ പെൺകുട്ടി പറയണം, അച്ചോ, ചെറുപ്പം മുതൽ എനിക്ക് പരിശുദ്ധ അമ്മയോട് വലിയ ഭക്തിയായിരുന്നു. പെൺകുട്ടി പറയാണ്, ഞാൻ ചെറുപ്പം മുതൽ എപ്പോഴും എൻ്റെ കഴുത്തിലൊരു ജപമാല ധരിക്കും, കീശയിലും ഒരു ജപമാല ഇട്ടുകൊണ്ട് ഞാൻ സ്കൂളിൽ പോകുള്ളൂ. അപ്പോൾ അവൾ പറയാണ്, എൻ്റെ ജീവിതത്തിൽ ഇത്രയും വർഷമായി, 25-26 വയസ്സുണ്ട്, അവൾ പറയാണ്, ഇത്രയും വർഷമായി പരിശുദ്ധ അമ്മ എന്നെ എപ്പോഴും മുൻപന്തിയിൽ കൊണ്ടുപോയി നിർത്തിയിട്ടുണ്ട്. ഞാൻ പഠിച്ചതും ജോലി ചെയ്യുന്ന എല്ലാ സ്ഥലത്തും പരിശുദ്ധ അമ്മ എന്നെ മുൻപന്തിയിൽ കൊണ്ടുപോയി നിർത്തും. ഈ പെൺകുട്ടി പറയാണ്, ഞാൻ ചെറുപ്പം മുതൽ ജപമാല ചൊല്ലുമ്പോൾ ജപമാലയുടെ അവസാനത്തെ രഹസ്യം എപ്പോഴും വിശുദ്ധിക്ക് വേണ്ടി കാഴ്ചവെച്ചിരുന്നു. അവൾ പറയാണ്, അച്ഛാ, ഇത്രയും വർഷമായിട്ട് എൻ്റെ ജീവിതത്തിൽ വിശുദ്ധിക്കെതിരെ ഒരു പാപത്തിൽ പോലും വീണു പോകേണ്ട ഒരു സാഹചര്യം എനിക്കുണ്ടായിട്ടില്ല. കരങ്ങളടിച്ച കർത്താവ് കൊടുത്തേക്ക് ഹല്ലേലൂയ. അങ്ങനെ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മൾ സംരക്ഷിക്കും. അപ്പോൾ പെൺകുട്ടി അവളുടെ ജീവിതത്തിലുള്ള അനുഭവം പറയാണ്. അവൾ പറയാണ്, അവൾ ബാംഗ്ലൂർ ഒരു സ്ഥലത്ത് ഒരു ആശുപത്രിയിൽ ജോലി ചെയ്യുകയാണ്. അവിടെ ജോലി ചെയ്യുന്ന ആശുപത്രിയുടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഉത്തരവാദിത്വം അവൾക്കുണ്ട്. അപ്പോൾ പറഞ്ഞു, ഒരു ദിവസം ജോലി കഴിഞ്ഞ് ഞാൻ എൻ്റെ ഓഫീസിൽ പെട്ടെന്ന് വന്നപ്പോൾ ഒരു മനുഷ്യൻ, ആ ഓഫീസിലുള്ള ഒരാൾ എന്നെ നശിപ്പിക്കാനായിട്ട് വന്നു. അവൾ പറയാണ്, അദ്ദേഹം വന്ന് ഈ ഓഫീസ് മുറി അകത്ത് കയറി മുറി കുറ്റി കിട്ടും. അപ്പോൾ AC മുറിയാണ്, ഉറക്കം നിലവിളിച്ചാലൊന്നും കേൾക്കില്ല. അപ്പോൾ ഇവള് പറയാണ്, ഈ മനുഷ്യൻ ഇങ്ങനെ അടുത്തേക്ക് വരികയാണ്. ഞാൻ പേടിച്ചരണ്ട് പുറകോട്ട് നടന്ന് ഭിത്തിയുടെ അടുത്തെത്തി. അപ്പോൾ ഈ മനുഷ്യൻ എന്നെ പിടിക്കാൻ വേണ്ടി എൻ്റെ കയ്യിൽ പിടിക്കുകയും പെട്ടെന്ന് ഞാൻ കയ്യിലിരുന്ന ജപമാല എടുത്ത് എൻ്റെ മാതാവേ എന്ന് ഉറക്കെ വിളിച്ചു. അപ്പോൾ ഈ പെൺകുട്ടി പറയാണ്, ആ സമയം എൻ്റെ കയ്യിൽ പിടിച്ച് ഈ മനുഷ്യൻ പുറകോട്ട് തെറിച്ചു പോയി.
ഞാൻ എൻ്റെ ബാഗും എല്ലാം എടുത്തുകൊണ്ട് വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശ്രമിതി ഹല്ലേലൂയ. ആണ് പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കപ്പെട്ട ഒരു വ്യക്തി, മാതാവിനോട് നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ പരിശുദ്ധ അമ്മ ചെയ്യുന്നത് പാപത്തിൽ നിന്നും പാപ സാഹചര്യത്തിൽ നിന്നും പലായനം ചെയ്യാനുള്ള ദൈവകൃപ അവർക്ക് കിട്ടും. നമ്മൾ ഈ ധ്യാനത്തിനൊക്കെ വന്ന് വചനം കേട്ടു, കുമ്പസാരിച്ചു, അച്ഛൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നമ്മൾ ചിന്തിക്കും, ദൈവം എങ്ങനെ നമുക്ക് വിശുദ്ധ ജീവൻ നയിക്കാൻ പറ്റും, പാപ സാഹചര്യങ്ങളിൽ നിന്ന് നമുക്ക് എങ്ങനെ ഓടി രക്ഷപ്പെടാൻ പറ്റും? അതിന് പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 23 മുതൽ വചനത്തിൽ നമ്മളവിടെ ഈശോയുടെ തിരുവസ്ത്രത്തെക്കുറിച്ച് വായിക്കുന്നുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ തിരുവസ്ത്രം, ആ തിരുവസ്ത്രത്തിന് 5 ഭാഗങ്ങളുണ്ടെന്ന് നമ്മളവിടെ വായിക്കുന്നു. 4 ഭാഗങ്ങൾ 4 പടയാളികൾ എടുത്തു. പിന്നെയുള്ളത് ഈശോയുടെ മേലങ്കിയാണ്. ആ മേലങ്കി പരിശുദ്ധ അമ്മ തുന്നിക്കൊടുത്തതായിരുന്നു എന്നാണ് പറയുന്നത്. ഈ മേലങ്കിക്ക് 2 പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തെ പ്രത്യേകതയാണ്, ഈ മേലങ്കി മുകൾ മുതൽ താഴെ വരെ തുന്നൽ കൂടാതെ നെയ്യപ്പെട്ടതായിരുന്നു. മുകൾ മുതൽ താഴെ വരെ തുന്നൽ കൂടാതെ നെയ്യപ്പെട്ടതായിരുന്നു. 2, ഈ മേലങ്കി പടയാളികൾ കണ്ടപ്പോൾ അവർ പെട്ടെന്ന് പറഞ്ഞു, നമുക്ക് ഇത് കീറണ്ടെന്ന് പറഞ്ഞു. ആ മേലങ്കി കണ്ടപ്പോൾ പറയാണ്, ഇത് കീറണ്ട. ഈ യോഹന്നാൻ സ്ലീഹ പറയുന്ന ഈശോ ധരിച്ചിരുന്ന ഈ തുന്നൽ കൂടാതെയുള്ള മേലങ്കി എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കൃപയുടെ പ്രതീകമാണ്. ആ കൃപയ്ക്കൊരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ മുകൾ മുതൽ താഴെ വരെ അതിൽ തന്നെ വിള്ളലില്ലാത്ത ഒരു കൃപയാണത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിൽ തന്നെ വിള്ളലില്ലാത്തൊരു കൃപയാണ്. അതാണ് പല വിശുദ്ധരും, നമ്മുടെയിലുള്ള പല വൈദികരും, സമർപ്പിതരും, പല അൽമായരൊക്കെ അവർ ആജീവനാന്തം വിശുദ്ധിയിൽ ജീവിക്കുന്നു പറയുമ്പോൾ അവർക്കെല്ലാം പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ച് ഈ തുന്നലില്ലാത്ത വിള്ളലില്ലാത്ത ഒരു കൃപ കിട്ടിയിട്ടുണ്ട്. അതിൽ തന്നെ വിള്ളലില്ലാത്ത ഒരു കൃപയാണ്. രണ്ടാമത്, ആ മേലങ്കിക്ക് ആ കൃപയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ആ കൃപ കണ്ടപ്പോൾ ശത്രുക്കൾ പറഞ്ഞു, നമുക്കിത് കീറണ്ട. അത് ശത്രുക്കളിൽ നിന്നും തിന്മയിൽ നിന്നും നമുക്ക് സംരക്ഷണം നൽകുന്ന ഒരു കൃപയാണ്. അതുകൊണ്ടാണ് നമുക്കിത് കീറണ്ടെന്ന് പറയുന്നത്. ചില ആളുകളൊക്കെ ഉണ്ട്, അവർ പഠിക്കാൻ പോകുമ്പോൾ, ജോലിക്ക് പോകുമ്പോൾ, അവർ ചിലപ്പോൾ ചില അപകടകരമായ സാഹചര്യത്തിൽ പോകുമ്പോൾ പോലും മറ്റുള്ളവർ അവരെ കാണുമ്പോൾ അവരിൽ നിന്ന് ഒരല്പം ദൂരമെടുക്കും. നമുക്കിതിനെ ഉപദ്രവിക്കേണ്ടെന്നുള്ളൊരു ചിന്ത അവരുള്ളിൽ വരും. കാരണം അത് പരിശുദ്ധ അമ്മയ്ക്ക് പ്രതിഷ്ഠിക്കപ്പെട്ടതാണ്. കരങ്ങളടിച്ച് കർത്താവിനെ ഹല്ലേലൂയ. സ്വരമീതി ഹല്ലേലൂയ, ഹല്ലേലൂയ. വലത് കരമുയർത്തി ആവേ മരിയ എന്ന് വിളിച്ച് പറഞ്ഞാലോ? സ്വരമുയർത്തി കരങ്ങളടിച്ച് കർത്താവിന് മധ്യപടി കരങ്ങൾ ഉയർത്തി അടിച്ച്. പ്രിയ മക്കളെ, ഇപ്പോൾ പരിശുദ്ധ അമ്മയോട് ഒരു വ്യക്തി പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തിക്ക് പരിശുദ്ധ അമ്മ കൊടുക്കുന്ന വലിയൊരു കൃപയാണ്, ഈശോയിൽ നിന്ന് വാങ്ങിക്കൊടുക്കുന്ന വലിയൊരു കൃപയാണ്. പാപ സാഹചര്യത്തിൽ നിന്ന് ഓടി മാറാനുള്ള വലിയൊരു കൃപ കൊടുക്കും. അതാണ് വിശുദ്ധനായ കർത്താവിൻ്റെ അപ്പസ്തോലനായ വിശുദ്ധ യോഹന്നാൻ സ്ലീഹ പരിശുദ്ധ അമ്മയോട് ബന്ധം, ഈശോയുടെ അടുത്ത ബന്ധം. അപ്പോൾ ഈ വിശുദ്ധനിൽ കാണുന്ന വലിയൊരു കൃപയാണ് ശുദ്ധത എന്ന പുണ്യം. രണ്ട്, ഈ വിശുദ്ധന് സ്വർഗം കൊടുത്ത വലിയൊരു കൃപയാണ്, സ്വർഗീയ വെളിപാടുകൾ വിശുദ്ധന് ലഭിക്കുന്നു. അതാണ് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ നടക്കുമ്പോൾ സ്വർഗം നമുക്ക് തരുന്ന വലിയ കൃപയാണ് വിശുദ്ധി എന്ന പുണ്യം കിട്ടും. 2, ദൈവീക രഹസ്യങ്ങൾ പരിശുദ്ധ അമ്മ നമുക്ക് വെളിപ്പെടുത്തി തരും. അതാണ് പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥന. എന്തുകൊണ്ടാണ്? പരിശുദ്ധ അമ്മയാണ് ഉത്ഭവഭാവവും കർമ്മഭാവവും ഇല്ലാതെ ദൈവകൃപ നിറഞ്ഞവളാണ് പരിശുദ്ധ അമ്മ. 2, ഏറ്റവും വലിയ ദൈവീക രഹസ്യമായ ഈശോ മിശിഹ പരിശുദ്ധ അമ്മയിലൂടെയാണ് ഈ ലോകത്ത് അവതരിച്ചത്. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ശുദ്ധതയും ദൈവീക വെളിപാടുകളും കിട്ടുമെന്ന് പറയുന്നതിൻ്റെ കാരണം. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയോട് ചേർന്ന് സഭ പ്രാർത്ഥിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വരമേതി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ,
ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാം പരിശുദ്ധ അമ്മയ്ക്ക് നമ്മളെ തന്നെ സമർപ്പിച്ച് കഴിയുമ്പോൾ മാതാവ് പാപത്തിൽ നിന്നും പാപ സാഹചര്യത്തിൽ നിന്നൊക്കെ ഓടി മാറാനുള്ള വലിയ കൃപ നമുക്ക് തരും. വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, നമുക്കറിയാം, ഈ വിശുദ്ധൻ്റെ ജീവിതത്തിൽ 9 വയസ്സുള്ളപ്പോൾ അമ്മ മരിച്ചു. പിന്നെ സഹോദരനും സഹോദരിയും അവരും മരണപ്പെട്ടു. 21 വയസ്സുള്ളപ്പോൾ അപ്പനും മരിച്ചു. അങ്ങനെ അനാഥനായി. ശരിക്കും അമ്മ മരിച്ചപ്പോൾ ഈ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ അപ്പൻ ഈ വിശുദ്ധന് പഠിപ്പിച്ചു കൊടുത്ത വലിയൊരു പ്രാർത്ഥനയാണ്, പരിശുദ്ധ അമ്മയെ ഞാൻ പൂർണ്ണമായും അമ്മയുടേതാണ്. മാതാവിൻ്റെ തിരുസ്വരൂപത്തിൻ്റെ അടുത്തൊക്കെ പോയി ഈ വിശുദ്ധൻ എപ്പോഴും പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനയാണ്, പരിശുദ്ധ അമ്മയെ ഞാൻ പൂർണ്ണമായും അമ്മയുടേതാണ്. മാതാവിന് എപ്പോഴും ഈ വിശുദ്ധൻ സമർപ്പിച്ചിരുന്നു. ഈ വിശുദ്ധൻ്റെ ജീവിതത്തിലൊരു സംഭവം നമുക്കറിയാം. ഒരിക്കലും ഈ വിശുദ്ധൻ കരിങ്കൽ ക്വാറിയിൽ ജോലി ചെയ്തിട്ട് മടങ്ങി വരുമ്പോൾ ഒരു വലിയ ട്രക്ക് ഇടിച്ച് ഈ വിശുദ്ധൻ പട്ടണത്തിലെ ഒരു മലിനജലത്തിൽ വീണു. മലിനജലം ഒഴുകുന്ന ഒരു കനാലിൽ വീണുപോയി. അപ്പോൾ ഈ വിശുദ്ധൻ രക്തത്തിൽ കുളിച്ച് ഈ മലിനജലം ഒഴുകുന്ന ഈ കനാലിൽ കിടന്നുകൊണ്ട് ഈ വിശുദ്ധൻ ആരും കാണുന്നില്ല, വേറെ ആരും കണ്ടിട്ടില്ല ഇദ്ദേഹം ഈ രക്തമൊലിച്ച് കനാലിൽ കിടക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം കണ്ണുയർത്തി നോക്കി. അപ്പോൾ വിശുദ്ധൻ്റെ ജീവിതത്തിൽ പറയുന്നത്, ഈ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയ്ക്ക് കണ്ണുയർത്തി നോക്കിയപ്പോൾ ആകെ കാണാൻ പറ്റുന്നത് അടുത്ത പള്ളിയുടെ മുഖവാരത്തിൽ കൈവിരിച്ചു നിൽക്കുന്ന പരിശുദ്ധ അമലോദ്ഭവ മാതാവിൻ്റെ തിരുസ്വരൂപമാണ്. അപ്പോൾ ഈ വിശുദ്ധൻ രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന ഈ വിശുദ്ധൻ ആ മലിനജലത്തിൽ കിടന്നുകൊണ്ട് മാതാവിൻ്റെ തിരുസ്വരൂപത്തിലേക്ക് നോക്കിയിട്ട് ഈ വിശുദ്ധൻ പ്രാർത്ഥിച്ചു, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, എനിക്ക് അപ്പനില്ല, അമ്മയില്ല, എനിക്ക് ആരുമില്ല. എന്നിട്ട് ഈ വിശുദ്ധൻ പറഞ്ഞു, ഞാൻ പൂർണ്ണമായും അമ്മയുടേതാണ്, ഞാൻ പൂർണ്ണമായും അമ്മയുടേതാണ്. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ബോധം മറഞ്ഞുപോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് തൊട്ടടുത്ത നിമിഷം ഈ കനാലിൻ്റെ അടുത്ത് ഒരു ബസ് വന്നു. സാധാരണ ഒരു ബസ്സല്ല, 2 തട്ടുള്ളൊരു ബസ്സാണ്. ആ ബസ്സിൻ്റെ മുകളിലത്തെ തട്ടിൽ ഒരു സ്ത്രീ ഇരിപ്പുണ്ടായിരുന്നു. അവൾ മുകളിലിരുന്നു കൊണ്ട് ഈ കനാലിലേക്ക് നോക്കിയപ്പോൾ ഈ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന ആ മനുഷ്യനെ കണ്ടു. പ്രത്യേകം ആൾ വിളിച്ച് ഇദ്ദേഹത്തെ ആ കനാലിൽ നിന്ന് രക്തത്തിൽ കുളിച്ച് കിടന്ന ഈ മനുഷ്യനെ ആ മലിനജലത്തിൻ്റെ കനാലിൽ നിന്ന് ഉയർത്തി. പകരം പിന്നീട് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചപ്പോൾ ആ മലിനജലത്തിൽ നിന്ന് ഉയർത്തപ്പെട്ട ഈ വിശുദ്ധൻ അവിടെ നിന്ന് പൗരോഹിത്യത്തിലേക്കും പിന്നീട് മെത്രാനായും കർദിനാളായും മാർപ്പാപ്പയായും അവസാനവിധ വിശുദ്ധനായും ഉയർത്തപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മളൊക്കെ മലിനജലത്തിൽ കിടക്കുമ്പോൾ, പാപത്തിൻ്റെ കനാലിൽ വീണുപോകുമ്പോൾ, വീണ്ടും അതിൽ നിന്ന് ഉയരാൻ വേണ്ടി നമ്മൾ പരിശുദ്ധ അമ്മയുടെ കൈപിടിച്ചാൽ മതി. പരിശുദ്ധ അമ്മ നമ്മെ ഉയർത്തി സ്വർഗത്തിൽ ഈശോയുടെ അടുത്തെത്തിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്വരമിതി ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാം, വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 1981 മെയ് 13 ഈ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വെടിയേറ്റ് വീണപ്പോൾ, നമുക്കറിയാം, അദ്ദേഹം വെടിയേറ്റ് പുറകോട്ട് മറിഞ്ഞു വീഴുമ്പോൾ എടുത്ത ചിത്രത്തിൽ പരിശുദ്ധ അമ്മ ഈ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ താങ്ങിപ്പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ നോക്കുക, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ ഒരു വ്യക്തി തന്നെ സമർപ്പിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിന് നൽകുന്ന വലിയ സംരക്ഷണം വളരെ വലുതാണ് പ്രിയപ്പെട്ടത്. അതുകൊണ്ട് പൈശാചിക ശക്തികളിൽ നിന്നൊക്കെ നമ്മൾ സംരക്ഷണം കിട്ടാൻ 2 കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഒന്നാമത്തെ കാര്യമാണ് നമ്മൾ മാതാവിനോട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. 2, മാതാവിൻ്റെ വിമല ഹൃദയത്തിൽ നമ്മളെ തന്നെ സമർപ്പിക്കുക. അങ്ങനെ സമർപ്പിക്കുമ്പോൾ പാപത്തിൽ നിന്നും പാപ സാഹചര്യത്തിൽ നിന്നും തിടുക്കത്തിൽ ഓടി രക്ഷപ്പെടാനുള്ള കൃപ നമ്മൾ കിട്ടും. 2, പരിശുദ്ധ അമ്മയോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, മാതാവിനോട് നമുക്ക് ബന്ധമുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മ തരുന്ന 2ാമത്തെ വലിയൊരു കൃപയാണ് വിശുദ്ധനായ ബെർണാഡ് പുണ്യവാളൻ പറയുന്നത്. പരിശുദ്ധ അമ്മയോട് ഒരു വ്യക്തി പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തിക്ക് പരിശുദ്ധാത്മാവിനോട് പെട്ടെന്ന് പ്രത്യുത്തരിക്കാനുള്ള ഒരു കൃപ പരിശുദ്ധാത്മാവ് കൊടുക്കുമെന്നാണ് വിശുദ്ധ ബെർണാഡ് പുണ്യവാളൻ പറയുന്നത്. ഇൻസ്റ്റന്റ് റെസ്പോൺസ് ടു ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനോട് പെട്ടെന്ന് പ്രത്യുത്തരിക്കാൻ പരിശുദ്ധ അമ്മയോട് ബന്ധമുള്ള ഒരു വ്യക്തിക്ക് സാധിക്കും. പരിശുദ്ധ അമ്മ എലിസബത്തിന്റെ ഭവനത്തിലേക്ക്
തിടുക്കത്തിൽ യാത്ര ചെയ്തതുപോലെ പരിശുദ്ധാത്മാവിനോട് തിടുക്കത്തിൽ പ്രത്യുത്തരിക്കാനുള്ള വലിയൊരു വരം നമുക്ക് പരിശുദ്ധ അമ്മ തരും. നമ്മൾ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ പാപത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടാനും, അതുപോലെ തന്നെ നമുക്ക് പരിശുദ്ധാത്മാവിനോട് പെട്ടെന്ന് പ്രത്യുത്തരിക്കാനുള്ള വലിയൊരു വരം പരിശുദ്ധ അമ്മ ഈശോ മിശിഹായിൽ നിന്ന് നമുക്ക് വാങ്ങിത്തരും. കരങ്ങൾ ഉയർത്തി എന്ന് ഈശോയെ എന്ന് വിളിച്ചേ, സർവേത്തി ഈശോയെ എന്ന് വിളിച്ചേ, സർവേത്തി ഈശോയെ എന്ന് വിളിച്ചേ. കരങ്ങളടിച്ച് കർത്താവിന്മാർ, കരങ്ങളടിച്ച്, കരങ്ങൾ ഉയർത്തി അടിച്ച്, കരങ്ങൾ ഉയർത്തി അടിച്ച് ഹല്ലേലൂയ, സർവേത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പരിശുദ്ധ അമ്മയോട് ബന്ധമുള്ള വ്യക്തികളൊക്കെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന വലിയൊരു കൃപയാണ്. ഈ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ അവർ പോലും അറിയാതെ അത് പരിശുദ്ധ അമ്മ ഈശോയുടെ അടുത്ത് കൊണ്ടുപോയി പരിഹരിക്കുന്നത് കാണാൻ പറ്റും. നമുക്കൊരു പ്രശ്നം വന്നാൽ നമ്മൾ പോലും അറിയാതെ പരിശുദ്ധ അമ്മ അത് ഈശോയുടെ അടുത്ത് കൊണ്ടുപോയി അത് പരിഹരിച്ചു തരുന്നത് കാണാൻ പറ്റും. അതാണ് കാനായിൽ യോഹന്നാന്റെ സുവിശേഷം 2:1-11 വരെയുള്ള വചനത്തിൽ അവിടെ വീഞ്ഞു തീർന്നു പോകുമ്പോൾ ആ വലിയൊരു പ്രശ്നം അവിടെയുള്ള ആളുകൾ പോലും അറിയുന്നില്ല. അവർ പോലും അറിയാതെ പരിശുദ്ധ അമ്മ ഈശോയുടെ അടുത്ത് കൊണ്ടുപോയിട്ട് ആ പ്രശ്നം പരിഹരിക്കുന്നു. പലരും ആ കാര്യത്തെക്കുറിച്ച് അറിയുന്നത് തന്നെ ആ പ്രശ്നം തീർന്നു കഴിയുമ്പോഴാണ് അങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് അറിയുന്നത്. അതുകൊണ്ടാണ് അവർ പറയുന്നത്, ഈ മേൽത്തരം വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചല്ലോ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ അവിടെ ഒരു സംഭവം ഉള്ളതായിട്ട് അവരെല്ലാവരും അറിയുന്നില്ല, അവരത് പാനിക്കാകുന്നില്ല. കാരണം മാതാവ് അവിടെയുണ്ട്. നമ്മുടെ വീട്ടിലും നമ്മുടെ ജീവിതത്തിലൊക്കെ പരിശുദ്ധ അമ്മയുണ്ടെങ്കിൽ പ്രിയപ്പെട്ട മക്കളെ, നമുക്കൊരു പ്രശ്നവും ഒരു ബുദ്ധിമുട്ടും വരുമ്പോൾ പരിശുദ്ധ അമ്മ അത് ഈശോയുടെ അടുത്ത് കൊണ്ടുപോയി നമ്മൾ പോലും അറിയാതെ അത് പരിഹരിച്ചു തരുമെന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു കൃപ. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയോട് നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കണം. മാതാവിൻ്റെ വലിയ സംരക്ഷണം നമ്മൾ തരണം. എല്ലാ ദിവസവും നമ്മൾ അച്ഛനൊക്കെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ശരിക്കും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമുക്ക് ജപമാല ചൊല്ലുന്നതിൻ്റെ തടസ്സം മാറാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ചിലപ്പോഴൊക്കെ ചില ആളുകളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അവർക്ക് പറയാറുണ്ട്, ജപമാല ചൊല്ലാൻ പറ്റുന്നില്ല. കാരണം ചിലപ്പോൾ ചില തിന്മകൾ അശുദ്ധിയിലൊക്കെ വീണു പോകുമ്പോൾ നമുക്ക് മുടങ്ങിപ്പോകുന്ന വലിയൊരു കൃപയുടെ പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന. അതുകൊണ്ട് ആ ജപമാല പ്രാർത്ഥന ആ ഒരു വരമായിട്ട് നമുക്ക് ശരിക്കും കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്ക് ഈശോയോടുള്ള വലിയ സ്നേഹവും കൃപയും എല്ലാം നമുക്ക് കിട്ടുന്നത്. എൻ്റെ പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. മാതാവിൻ്റെ വലിയ സംരക്ഷണം നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകം ഉണ്ടാകട്ടെ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് കർത്താവിൻ്റെ വലിയൊരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ജപമാല ചൊല്ലാനുള്ള വലിയൊരു വരവും കൃപയും നമുക്ക് പ്രത്യേകമായിട്ട് ലഭിക്കട്ടെ. കണ്ണടച്ച് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കർത്താവിൻ്റെ വലിയൊരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കണ്ണടച്ച് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധ അമ്മയെ നമുക്ക് തന്ന ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് മാതാവിൻ്റെ വലിയ സംരക്ഷണം നമുക്ക് ലഭിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് കണ്ണടച്ച് കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമേ സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു. യേശുവേ സ്തുതിക്കുന്നു. സ്വരമേ സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു. യേശുവേ സ്തുതിക്കുന്നു. യേശുവേ സ്തുതിക്കുന്നു. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നമുക്ക് സ്തുതിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കാം. കരങ്ങൾ ഉയർത്തി ഒന്ന് പിടിച്ച് ഒരു 7 നിയോഗം സമർപ്പിക്കാമോ? ഒരു 7 നിയോഗം പരിശുദ്ധ അമ്മയുടെ 7 വ്യാകുലങ്ങളിലൂടെ 7 നിയോഗങ്ങൾ ഇപ്പോൾ നമ്മൾ ദൈവകരങ്ങളിൽ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ശുശ്രൂഷയിൽ പങ്കെടുക്കുക വഴി നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ എല്ലാ ജീവിതത്തിൻ്റെ സകല മേഖലകളും ദൈവം അനുഗ്രഹം വർഷിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. പറഞ്ഞ് പ്രാർത്ഥിക്കുക, നമ്മുടെ വിഷമങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുക. എഫെസോസ് ലേഖനം 6:18-19 നിങ്ങൾ അപേക്ഷകളോടും യാചനകളോടും കൂടെ എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥന നിരതരായിരിക്കുവിൻ, അവിശ്രാന്തം ഉണർന്നിരുന്ന എല്ലാ വിശുദ്ധർക്കും വേണ്ടി പ്രാർത്ഥിക്കും. എൻ്റെ വായു തുറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കുന്നതിന് സുവിശേഷം രഹസ്യം ധൈര്യപൂർവ്വം പ്രഘോഷിക്കുന്നതിന് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും. ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കുക. നമ്മുടെ എല്ലാ അപേക്ഷകളോടും യാചനകളോടും കൂടി എല്ലാ സമയവും നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥന നിരതരായിരിക്കുവിൻ. നമ്മുടെ എല്ലാ അപേക്ഷകളും സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, തിരുസഭയ്ക്ക് വേണ്ടി, ലോകത്തിനെല്ലാം പ്രാർത്ഥിക്കാം. നമ്മൾ മനസ്സിൽ വിട്ട് വരുന്ന മുഴുവൻ വിഷമങ്ങൾ സമർപ്പിക്കുക. കൺവെൻഷൻ്റെ സമയം വലിയ അനുഗ്രഹങ്ങളുടെ സമയമാണ്.
ദൈവം തൻ്റെ ആത്മാവിൻ്റെ കൃപകൾ ധാരാളമായിട്ട് നമ്മൾ വർഷിക്കുന്ന സമയമാണ്. അടയാളം അത്ഭുതം ഉണ്ടാകുന്ന സമയമാണ്. ഈശോയുടെ പരസ്യ ജീവിതത്തിൻ്റെ സമയമാണ്. ഈശോയുടെ അതായത് സുവിശേഷം പ്രഘോഷിക്കുന്ന കർത്താവിനെയാണ് സഭ ഈ ദിവസങ്ങൾ നമ്മളിവിടെ പ്രഘോഷിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് അടയാള അത്ഭുതങ്ങൾ, രോഗശാന്തികൾ, വിടുതലൊക്കെ നമുക്ക് സംഭവിക്കാൻ ഇടയാകട്ടെ. 2 കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 യേശുവേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 യേശുവേ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ കൈയടിച്ച് കൈകളടിച്ച് പാടാം. കരങ്ങൾ ഉയർത്തിയടിച്ച് ഈശോയെ ദൈവത്തിന്റെ ശക്തി, പരിശുദ്ധാത്മശക്തി അഗ്നിനാവുകളായി പടരുന്നു. ദൈവത്തിന്റെ ശക്തി, പരിശുദ്ധാത്മശക്തി അഗ്നിനാവുകളായി പടരുന്നു. പാപത്തിന്റെ കെട്ടുകൾ പൊട്ടിത്തകരുന്നു. ലോകത്തിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു വീഴുന്നു. പാപത്തിന്റെ കെട്ടുകൾ പൊട്ടിത്തകരുന്നു. ലോകത്തിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു വീഴുന്നു. ഈ ജനത്തിന്റെ ഇടയിൽ ദൈവാത്മാവ് വരുമ്പോൾ തളർന്ന കൈകാൽ മുട്ടുകളെല്ലാം ശക്തി പ്രാപിക്കുന്നു. വരണ്ടു പറ്റിയ ഹൃദയത്തിൽ പുതുജീവൻ നിറയുന്നു. ഒരു കുളിർത്തന്നലായി വെണ്ണകതാരിൽ പുതുജീവൻ തരും ദൈവ സാന്നിധ്യമേ. റൂഹായേ നീ കാറ്റായി വാ, റൂഹായേ തീനാവായി വാ, റൂഹായേ വെൺപ്രാവായി വാ, റൂഹായേ എന്നിൽ നീ കൃപയായി വാ, റൂഹായേ നീ കാറ്റായി വാ, റൂഹായേ തീനാവായി വാ, റൂഹായേ വെൺപ്രാവായി വാ, റൂഹായേ എന്നിൽ നീ കൃപയായി വാ. അച്ചുവിളിശോയേ തടസ്സങ്ങളെല്ലാം മാറിപ്പോകും. പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ സ്ഥലത്തെ ആസ്വദിച്ച് വിശുദ്ധീകരിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ ഈ സ്ഥലത്തെ കൃപയാളാൻ നിറയ്ക്കുന്നു. സഹിയോൻ മാളിക മുറി പോലെ അഭിഷേകം പെയ്തിറങ്ങുന്ന, കൃപ പെയ്തിറങ്ങുന്ന സ്ഥലമാക്കി മാറ്റുന്നു. ഈ സമയത്ത് ഈ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ എല്ലാവരുടെ മേലും സ്വർഗപിതാവേ, ഇവിടുത്തെ പ്രിയപുത്രനെ നടത്താവുമായ ഈശ്വരന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ദാനവരങ്ങൾ, കൃപകൾ നിറച്ചു തരണമേ. ഒറ്റ വിളിച്ചോ. എല്ലാ പൈശാചികതകളും ബന്ധിക്കുന്നു. 2-2 6 ബന്ധിക്കുന്നു. 4 കൊണ്ട് ബന്ധിക്കുന്നു. ജെറമ്യ 50-31 ബന്ധിക്കുന്നു. ജ്ഞാനം 2-22-23 ബന്ധിക്കുന്ന ഒറ്റ വിളിച്ചോ. കൈകളടിച്ചു പാടാം. എല്ലാവരും ആദിയിലെപ്പോൾ പരിശുദ്ധാത്മാവാഗതനാകുന്നു. ഉള്ളിൽ തിന്മകളെല്ലാം ചാമ്പലാകുന്നു. ആദിയിലെപ്പോൾ പരിശുദ്ധാത്മാവാഗതനാകുന്നു. ഉള്ളിൽ തിന്മകളെല്ലാം ചാമ്പലാകുന്നു. സ്തുതിപ്പിന്റെ വരമിൽ എന്നിൽ നിറഞ്ഞു കവിയുന്നു. പാപാന്തകാരമെല്ലാം നീങ്ങിപ്പോകുന്നു. സഹിയോന്റെ മട്ടുപാവിൽ അഗ്നിതന്നാവുകളായി ആഗതനായോരാ പരിശുദ്ധാത്മാവേ. സഹിയോന്റെ മട്ടുപ്പാവിൽ അഗ്നിതന്നാവുകളായി ആഗതനായൊരാ പരിശുദ്ധാത്മാവേ. റൂഹായേ നീ കാറ്റായി വാ, റൂഹായേ തീനാവായി വാ, റൂഹായേ വെൺപ്രാവായി വാ, റൂഹായേ എന്നിൽ നീ കൃപയായി വാ, റൂഹായേ നീ കാറ്റായി വാ, റൂഹായേ തീനാവായി വാ, റൂഹായേ വെൺപ്രാവായി വാ,
റൂഹ എന്നിൽ നീ കൃപയായി വിളിച്ചോ. കൈകളടിച്ച് പാട ശക്തിയോടെ. കരങ്ങൾ ഉയർത്തിയടിച്ച് ഭയന്ന് വിറച്ച സ്ലീഹന്മാരെ ശക്തനാക്കിയവൻ ലോകം മുഴുവൻ സാക്ഷ്യം നൽകാൻ കൃപയെന്നേകിയപ്പോൾ. ഭയന്ന് വിറച്ച സ്ത്രീഹന്മാരെ ശക്തനാക്കിയവൻ ലോകം മുഴുവൻ സാക്ഷ്യം നൽകാൻ കൃപയെന്നേകിയപ്പോ. എന്നിലെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ, വരദാന ഫലങ്ങളാലെ ശോഭിതമാക്കണമേ. ഹോറേബ് മാമലമേലെ ഉൾപ്പടർപ്പിന്റെ ഉള്ളിൽ എരിയുന്ന തീക്കനലായി കത്തിജ്വലിച്ചവനെ. ഹോറേബ് മാമലമേലെ ഉൾപ്പടർപ്പിന്റെ ഉള്ളിൽ എരിയുന്ന തീക്കനലായി കത്തിജ്വലിച്ചവനെ. റൂഹായേ നീ കാറ്റായി വാ, റൂഹായേ തീനാവായി വാ, റൂഹായേ വെട്ടാവായി വാ, റൂഹ എന്നിൽ നീ കൃപയായി വാ. റൂഹായേ നീ കാറ്റായി വാ, റൂഹായേ തീനാവായി വാ, റൂഹായേ വെട്ടാവായി വാ, റൂഹ എന്നിൽ നീ കൃപയായി വാ. നീ കാറ്റായി വാ, റൂഹായേ തീനാവായി വാ, റൂഹായേ വെട്ടാവായി വാ, റൂഹ എന്നിൽ നീ കൃപയായി വാ. കൈയടിച്ച് പാടാം. ഈശോമിശിഹായുടെ നാമത്തിൽ കൽപ്പിക്കുന്നു, ഞങ്ങളുടെ മേലും ഈ ദേശം മുഴുവന്റെ മേലുമുള്ള എല്ലാ തിന്മയുടെ അന്ധകാര ശക്തികളെ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. കുടുംബങ്ങളിലെ ബന്ധനം ഒഴിയട്ടെ, മാതാപിതാക്കളുടെ ബന്ധനം ഒഴിയട്ടെ, എല്ലാ മക്കളും സൗഖ്യം പ്രാപിക്കട്ടെ. ഈശോയുടെ നാമത്തിൽ ഇത് വലിയ അടയാളങ്ങൾ അത്ഭുതമുണ്ടാകട്ടെ. ഭാവിയിലെപ്പോൾ പരിശുദ്ധാത്മാവാഗതനാകുന്നു, ഉള്ളിത്തിങ്ങൻ തിന്മകളെല്ലാം ചാമ്പലാകുന്നു. ആദിയിലെപ്പോൾ പരിശുദ്ധാത്മാവാഗതനാകുന്നു, ഉള്ളിൽ തിങ്ങും തിന്മകളെല്ലാം ചാമ്പലാകുന്നു. സ്തുതിപ്പിന്റെ വരവിൽ എന്നിൽ നിറഞ്ഞു കവിയുന്നു, പാപാന്തകാരമെല്ലാം നീങ്ങിപ്പോകുന്നു. സഖിയോന്റെ മട്ടുപ്പാവിൽ ഭഗ്നിതന്നാളുകളായി ആഗതനായൊരാ പരിശുദ്ധാത്മാവേ. സഹിയോന്റെ മട്ടുപ്പാവിൽ അഗ്നിതന്നാവുകളായി ആഗതനായൊരാ പരിശുദ്ധാത്മാവേ. റൂഹായേ നീ കാറ്റായി വാ, റൂഹായേ തീനാവായി വാ, റൂഹായേ വെട്ടാവായി വാ, റൂഹ എന്നിൽ നീ കൃപയായി വാ. നീ കാറ്റായി വാ, റൂഹായേ തീനാവായി വാ, റൂഹായേ വെട്ടാവായി വാ, റൂഹ എന്നിൽ നീ കൃപയായി വാ. റൂഹായേ നീ കാറ്റായി വാ, റൂഹായേ തീനാവായി വാ, റൂഹായേ വെട്ടാവായി വാ, റൂഹ എന്നിൽ നീ കൃപയായി വാ. സന്തോഷത്തോടെ എല്ലാവരും ചേർന്ന് നന്ദിയോടെ And yours the kingdom, yours the power, yours the glory forever, amen. And yours the kingdom, yours the power, yours the glory forever, amen. And yours the kingdom, yours the power, yours the glory forever, amen.
രണ്ട് കരമുയർത്തി യേശു. എല്ലാ കെട്ടുകളും ബന്ധനങ്ങൾ അഴിയട്ടെ, എല്ലാ ബന്ധനങ്ങളും കെട്ടുകൾ അഴിയട്ടെ. യേശുനാമത്തിൽ സ്തുതിക്കുക, 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 സ്തുതിക്കുക. എല്ലാ ബന്ധനങ്ങളും കെട്ടുകൾ യേശുനാമത്തിൽ ശാസിക്കുന്നു. ഈ കൂട്ടായ്മയിലുള്ള ഞങ്ങളുടെ രോഗപീഠകൾ, പാപപീഠകൾ, അവിശ്വാസം, നിത്യതകളെല്ലാം മാറി കൈകളടിച്ച് മാടി ശരണി. ആത്മാവാം ദൈവമേ വരണേ എൻ്റെ ഉള്ളിൽ. പഠിക്കേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, ദൈവം എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ, ഭക്തിയാൽ പരിശുദ്ധി നൽകണേ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ, ഭക്തിയാൽ പരിശുദ്ധി നൽകണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി